കേരളത്തിലെ ആദ്യത്തെ ഫാക്ടറി ആണല്ലേ ഇത്. പുട്ട് നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ അല്ലേ? പൊടി വരുന്ന മിക്സർ കൺവെയറിൽ കൂടിയാ ഇവിടുന്നാണ് ഷേപ്പ് ആയി. ഓ ശരി. ഹായ് ഹലോ നമസ്കാരം. ചിമ്മ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് നമ്മുടെ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് കുപ്പാട് റോഡിന് വരുമ്പോൾ അർമാട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പോൾ ഈ അർമാട് ഇപ്പോൾ എൻ്റെ പുറകിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു വലിയൊരു ഫാക്ടറിയാണ്. അപ്പോൾ ഈ ഫാക്ടറി എന്തിനെ പറ്റിയിട്ടാണെന്ന് ചോദിച്ചാൽ അതാദ്യം ഞാൻ പറഞ്ഞുതരാം. പുട്ട് നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ അല്ലേ? അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ പറയും പുട്ട് ഇഷ്ടം മാത്രമല്ല ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്, നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയും. പക്ഷേ അത് നമ്മുടെ അരിപ്പൊടി അല്ലെങ്കിൽ ഗോതമ്പ് പൊടികൾ കൊണ്ടാണ് ആ പുട്ട് ഉണ്ടാക്കുന്നത്. പക്ഷെ മാത്രം ഇത് നമ്മുടെ മരപ്പൊടി വെച്ചൊരു പുട്ടുണ്ടാക്കും. ശരിക്കും അതിൻ്റെ പേര് പറയുകയാണെങ്കിൽ ബ്രിക്കേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പഴയ പാഴ് വസ്തുക്കളൊക്കെ വെച്ചിട്ട് അത് കംപ്രസ് ചെയ്തിട്ട് ഒരു കട്ടി രൂപത്തിലാക്കും. ഇപ്പോൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒരു പുട്ട് പോലെ തന്നെയാക്കും. ഈ പുട്ട് അല്ലെങ്കിൽ ഈ ബ്രിക്കേറ്റ്സ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഫ്യൂവലായിട്ട് നമുക്ക് കത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അറക്കപ്പൊടിയില്ല, മരങ്ങളൊക്കെ ഈർച്ചപ്പൊടിയും അതുപോലെ തന്നെ കാപ്പിത്തൊണ്ടൊക്കെ വെച്ച് ശരിക്കും മുമ്പ് കാലത്തൊക്കെ അത് വെറും വേസ്റ്റായിട്ടായിരുന്നു നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ഒരു പുട്ടുപാരുവ അല്ലെങ്കിൽ ബ്രിക്കേറ്റ്സ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കുന്നത്, അതെങ്ങനെയാണ് കത്തിക്കുന്നത്, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം. അപ്പോൾ ഇത് ചെയ്യുന്നത് ഒരു ലീല എന്ന് പറഞ്ഞൊരു ചേച്ചിയാണ്. അപ്പോൾ ആ ചേച്ചിയൊക്കെ ഇവിടെയുണ്ട്, നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞുതരും. അപ്പോൾ എൻ്റെ കൂടെ തന്നെ വന്നോളൂ കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കയറി വരുമ്പോൾ വലിയൊരു വാതിലാണ്, ഫാക്ടറിൻ്റെ വലിയൊരു വാതിലാണ്. ഇവിടെ മൊത്തം ഈർച്ചപ്പൊടികളാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫാക്ടറിയിലേക്ക് കയറി വരുന്നതിൻ്റെ ഈ സൈഡ് മൊത്തം നമ്മുടെ റോ മെറ്റീരിയൽ കളക്ട് ചെയ്തിരിക്കുന്ന സ്ഥലമാണ്. അതായത് നമ്മുടെ കാപ്പിത്തൊണ്ടും അതുപോലെ തന്നെ അറക്കപ്പൊടിയൊക്കെ ഫുള്ള് നിറഞ്ഞിരിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ മേലെയായിട്ടാണ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം എന്തെങ്കിലും ഒഫീഷ്യലി കാര്യങ്ങൾ അതുപോലെ തന്നെ പേപ്പർ വർക്കുകളൊക്കെ മേലെയാണ് നടക്കുന്നത്. നമ്മുടെ ലീല ചേച്ചി എപ്പോഴും ഇവിടെ തന്നെ ആയിരിക്കും കേട്ടോ ഉണ്ടാവുന്നത്. ഇതാണ് ലീല ചേച്ചി. ചേച്ചി നമസ്കാരം. നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ വീട് ഇവിടെ കുപ്പാടി തന്നെയാണോ? ഇവിടെ അടുത്ത് തന്നെയാണ് അല്ലേ? അപ്പൊ ഏകദേശം എത്ര വർഷമായി ഇങ്ങനെ ഒരു ഫാക്ടറി തുടങ്ങിയിട്ട്? 25 വർഷമായി. അപ്പൊ തുടക്കം മുതൽ ചേച്ചി തന്നെ ആയിരുന്നു ഓണർ? ഞാൻ തന്നെയായിരുന്നു. ചേച്ചി തന്നെയായിരുന്നു ഓണർ. അപ്പൊ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഐഡിയ? കാരണം ഇത് നമ്മൾ ഉപയോഗിക്കാത്ത പാഴ്വസ്തുക്കളാണ്. കാരണം ഈർച്ചപ്പൊടി അതുപോലെ തന്നെ കാപ്പിന്റെ തൊണ്ടുകൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വെറുതെ എന്താണ് ഓരോ പ്ലാന്റിന്റെ ചോട്ടിലൊക്കെ ഇട്ട് വെറുതെ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. ഈ വേസ്റ്റ് അല്ലെങ്കിൽ ഉപയോഗശൂന്യമായ വസ്തുക്കളിൽ നിന്നും മറ്റൊരു സാധനം ഉപയോഗപ്രദമാക്കാന്നുള്ള ഐഡിയ എങ്ങനെയാ വന്നേ? അത് ഫാദറിലേക്ക് ഒരു ഫ്രണ്ട് പറഞ്ഞതാണ്. പുതിയ അദ്ദേഹം നല്ല ബിസിനസ്മാൻ ആയിരുന്നു. അതായത് ലീല ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ അച്ഛൻ. അപ്പൊ ആ സമയത്ത് അപ്പച്ചനോട് ഇങ്ങനെ പറഞ്ഞു, ഇതിങ്ങനെ വേസ്റ്റ് മെറ്റീരിയലിൽ നിന്ന് ഇങ്ങനെ ഒരു അതായത് കാപ്പി പ്രോഡക്റ്റ് ഉണ്ടാക്കിയാല് നല്ലതാണെന്ന് പറഞ്ഞു. അത് ഹൈ ക്ലോറിഫിക് വാല്യൂ ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ടീ ഫാക്ടറിയിൽ ബോയിലറുകളിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അതൊന്ന് പരീക്ഷിച്ച് നോക്കാൻ പറഞ്ഞു. അതായത് സാധാരണ വിറകിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും വിറകിൽ നിന്ന് ചിരട്ടയിൽ നിന്ന് ബാക്കിയുള്ള അതായത് കൽക്കരിയുടെ അടുത്ത കലോറിഫിക് വാല്യൂ ഉണ്ട്. കൽക്കരി ഏകദേശം 6000 ആണ്. പക്ഷെ ഇത് 4860 ഉണ്ട്. നമ്മളുടെ പ്രോഡക്റ്റ് ഹൈ ക്വാളിറ്റി തന്നെയാണ്. അതെ അല്ലെ? അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഒക്കെ ഒന്ന് പറഞ്ഞു തരുമോ? നമുക്ക് ഇവിടെ മുതൽ നമുക്ക് പറഞ്ഞു പോയാലോ? അപ്പൊ ഇതാണ് പൊടിയൊക്കെ കളക്ട് ചെയ്യുന്ന സ്ഥലം. അപ്പൊ ഈ പൊടി എവിടുന്നാണ് നമ്മൾ കൊണ്ടുവരുന്നത്? പൊടി നമ്മളുടെ മില്ലുകളിൽ നിന്നാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. കാപ്പിത്തൊണ്ടും അതുപോലെ കാപ്പി മില്ലുകളിൽ നിന്നാണ് കളക്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിങ്ങനെ ശേഖരിക്കും. എവിടെ വെച്ചാണ് ഇതിന്റെ മിക്സിംഗ് ഒക്കെ നടക്കുന്നത്? അല്ലെങ്കിൽ ഇതിപ്പോ അറക്കപ്പൊടി മാത്രമാണ്? ഇത് അറക്കപ്പൊടി മാത്രമാണ്. അപ്പൊ ഇതിങ്ങനെ കൊട്ടയിൽ സൂക്ഷിക്കുന്നുണ്ട്. ഇതെന്താ ചെയ്യുന്നത്? ആദ്യം ഇത് അരിപ്പയിലായിരിക്കും. അരിച്ചു കഴിഞ്ഞിട്ട് അപ്പൊ ഇതാണ് അരിപ്പയിലേക്ക് ഇവര് കൊണ്ടയിടും. അതിനുശേഷം ഇത് അരിക്കുകയാണ്. നമ്മുടെ ജോലിക്കാര് ഇത് മൊത്തം ഇതിലേക്ക് കൊണ്ടയിട്ടതിന് ശേഷം അരിക്കുക. അതായത് ഒരേ വലിപ്പത്തിൽ കിട്ടാൻ, ഒരേ തരിയിൽ കിട്ടാനാണ്. അപ്പൊ ഇതിൽ ബാക്കി വരുന്ന വേസ്റ്റ് എന്താണ് ചെയ്യുന്നത്? വേസ്റ്റ് നമ്മൾ കത്തിക്കാൻ ഉപയോഗിക്കും. ഓ, ഈ മരത്തിന്റെ കഷ്ണങ്ങള് കാര്യങ്ങളൊക്കെ വീണ്ടും നമ്മള് ചൂളയിൽ കത്തിക്കാൻ ഉപയോഗിക്കും. അപ്പൊ ഇതിൽ ഈ അരിച്ചെടുത്ത പൊടി നേരെ ചൂളയിലേക്കാണ് അല്ലേ കയറുന്നത്? ചൂളയിലേക്കല്ല വരുന്നത്, അത് കൺവെയർ ആണ്. കൺവെയറിൽ എന്താണ് ശരിക്കും നടക്കുന്നത്? കൺവെയറിൽ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ചൂടുള്ള എയർ അങ്ങോട്ട് വലിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ബ്ലോവർ ഉണ്ട്. ബ്ലോവർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ചൂടുള്ളത് എയർ അങ്ങോട്ട് വലിക്കുമ്പോ ഈ പൊടിയുടെ ഒപ്പമാണ് അത് പോവുക. അവിടെ പൊടി എന്ന മുകളില് അവിടെ ഇതുണ്ട്, റിസർവോയർ ഉണ്ട്. ആ റിസർവോയറിനകത്ത് അത് നല്ല ചൂടായിരിക്കും. അതിൽ നിന്ന് വീണ്ടും അടുത്ത ഇത് ഓണാക്കി, മോട്ടോർ ഓണാക്കി ഇതിലേക്ക് വരും. ഇതാണ്
ഇത് മേലെ കയറിയിട്ട് ഇപ്പൊ താഴേക്ക് വരും. ഇവിടുന്നാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. ഇവിടുന്നാണ് കാപ്പിത്തൊണ്ട് ഇടുന്നത്. അപ്പൊ ശരിക്കും ഇതിലാണോ കാപ്പിത്തൊണ്ട് ഇടുന്നത്? ഇതിലിടാൻ പുറത്ത് നമുക്ക് കളക്ട് ചെയ്തിട്ടും ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് അത് അടുത്ത കൺവെയർ ഓൺ ആക്കുമ്പോ അതുപോലെ അവിടുത്തെ മെഷീന് ഹൈഡ്രോളിക് പ്രസ് ആണ്. അത് ഓൺ ആക്കി കഴിഞ്ഞാൽ ശരിക്കും പ്രസ് ചെയ്യാണ് പേര് പോലെ തന്നെ. അത് തന്നെ. അവിടെ ഷാഫ്റ്റ് ഒക്കെ ഉണ്ട്. ആ ഷാഫ്റ്റ് അത് കഴിഞ്ഞ് ഡൈ ഉണ്ട്. അപ്പൊ ഈ ഡൈ പൊടി വരുന്ന മിക്സർ കൺവെയറിൽ കൂടിയാ. ആ മിക്സർ കൺവെയറിൽ നിന്ന് അത് ഈ ഷാഫ്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും അത് അവിടുന്ന് അടിച്ചടിച്ച് അങ്ങോട്ട് എന്താ പറയാ ഇതിലേക്ക് പോവുക, ചാനലിലേക്ക് പോവുക. അങ്ങനെയാണ് നമുക്ക് അപ്പുറത്തത് നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പൊ ചേച്ചി വേറെ ഇതിൽ എടുത്ത് ചോദിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ചേച്ചിക്ക് എങ്ങനെ ഇത്രയും വലിയൊരു ഫാക്ടറി സ്വന്തം കൈ ഒരു ധൈര്യം വന്നത്? കാരണം ഇപ്പം നമ്മുടെ വീട്ടിലാണെങ്കിലും അതുപോലെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ചേച്ചിമാരൊക്കെ ആണെങ്കിലും ഒരു തുടക്കം കിട്ടാൻ ഒരു പേടിയായിരിക്കും. ഒരുപക്ഷെ തുടങ്ങി കഴിഞ്ഞ് ഈസി ആയിരിക്കും. എങ്ങനെയാണ് ചേച്ചിക്ക് ഒരു ധൈര്യം? കാരണം ഇത്രയും വലിയ ഫാക്ടറി, ഇത്രയും ലേബേഴ്സിനെ ഒക്കെ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്? കാരണം മുൻപ് പരിചയമില്ലാത്ത ഒരു ജോലിയാണ്. അതെ അതെ അതെ. എങ്ങനെയാണ് അങ്ങനെ ധൈര്യം? കേരളത്തിൽ തന്നെ ആദ്യത്തെ. അതെ, ഞാനത് തുടക്കം പറയാൻ മറന്നുപോയി. കേരളത്തിലെ ആദ്യത്തെ ഫാക്ടറി ആണല്ലേ ഇത്? ഓ, അപ്പൊ എങ്ങനെയാണ് ധൈര്യം? ധൈര്യം വന്ന എന്താന്ന് വെച്ചാൽ നമ്മുടെ ആവശ്യമാണല്ലോ. അതെ, നമുക്കൊരു എന്താ പറയാ ഉപജീവനത്തിനൊരു വഴി വേണമെന്ന് വിചാരിച്ചു അപ്പൊ എന്റെ പേരിൽ തുടങ്ങി കഴിഞ്ഞ് അപ്പൊ അപ്പച്ചന് ആദ്യം ഹെൽപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ അപ്പച്ചൻ മരണപ്പെട്ടുപോയി. അപ്പൊ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്യേണ്ടി വന്നു. എങ്ങനെയാന്ന് വെച്ചാൽ ദൈവാനുഗ്രഹം. അതെ അതെ. ഇപ്പൊ നമുക്ക് ഒന്നുമില്ലെങ്കിൽ നമുക്കൊരു തന്നെ ഒരു ശക്തി വരുവാണ്. അല്ല, ദൈവാനുഗ്രഹം എന്ന് പറയാം. തീർച്ചയായിട്ടും മലയാളത്തിൽ പറഞ്ഞതാണ്. അപ്പൊ ആ അനുഗ്രഹം കൊണ്ട് തന്നെ ഇപ്പൊ പ്രൊഡക്ഷൻ നന്നായിട്ട് നടക്കുന്നുണ്ട് അല്ലേ? അപ്പൊ നമ്മൾ എങ്ങോട്ടൊക്കെയാണ് ഇത് അയച്ചു കൊടുക്കുന്നത്? നമുക്ക് ആദ്യം 2 ഷിഫ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഡെയിലി ഒരു ലോഡ് ഉണ്ടാവുമായിരുന്നു. അപ്പൊ ടീ ഫാക്ടറിക്കായിരുന്നു മെയിൻ ആയിട്ട് കൊടുക്കുന്നത്. അപ്പൊ കാരണം ഇപ്പം മെറ്റീരിയൽ കിട്ടാൻ ലേശം ബുദ്ധിമുട്ടായപ്പോ നമ്മൾ എന്ത് ചെയ്തു, ഒരു ഷിഫ്റ്റ് ആക്കി. അപ്പൊ എന്നിട്ട് നമ്മള് ഇപ്പം ബേക്കറിക്കാര്, ചെരുപ്പ് കമ്പനി, അപ്പക്കൂടുകളിലേക്ക് അപ്പൊ പിന്നെ ആവശ്യമുള്ളവർ വന്ന് എടുക്കും. നമുക്കല്ലാതെ സിംഗിൾ ആയിട്ട് റീറ്റെയിൽ ആയിട്ടും ഇവിടെ വന്ന് കളക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ വന്ന്. അപ്പൊ ചേച്ചി നമ്മള് അറക്കപ്പൊടിയും അതുപോലെ തന്നെ നമ്മുടെ കാപ്പിത്തൊണ്ട് മിക്സ് ചെയ്യുന്നത് വരെ എത്തി. ഇനി ബാക്കി ഒന്ന് പോയാലോ? അപ്പൊ ഇതാണല്ലേ കാപ്പിത്തൊണ്ട്. അപ്പൊ ഇതും നമ്മുടെ അറക്കപ്പൊടിയും കൂടെ അവിടെ മിക്സ് ചെയ്തു. അപ്പൊ ഇവിടെയാണ് നമ്മുടെ മോട്ടറും കാര്യങ്ങളൊക്കെ മെയിൻ ആയിട്ടുള്ള പ്രൊഡക്ഷൻ നടക്കുന്ന ഈ റൂമിലാണ് അല്ലേ? അപ്പൊ ഇതെങ്ങനെയാണ് ചേച്ചി ഇവിടുത്തെ കാര്യങ്ങൾ? ഓയിൽ പമ്പ് ഓണാക്കി ഓയിൽ കറക്റ്റ് ആക്കി ആ റണ്ണിങ് ആണെന്ന് അറിയണം. അത് കഴിഞ്ഞിട്ട് ഹൈഡ്രോളിക് ആണ്. ഹൈഡ്രോളിക് പ്രസ് ആണ്. ഇതാണ് ഹൈഡ്രോളിക് പ്രസ്. ആ പ്രസ് ഇത് ഓണാക്കി കഴിഞ്ഞാല് അത് ഓണാവും. അത് കഴിഞ്ഞിട്ട് ഇതിലെ സക്ക് ചെയ്തെടുക്കാണ്, വലിച്ചെടുക്കാണ്. വലിച്ചു മീൻസ് കൺവെയറിൽ കൂടെ. ഇത് മിക്സർ കൺവെയർ ആണ് ഇത്. അതായത് ഇവിടുന്ന് വരുന്നത് അവിടെ വന്ന് ഇതാണ് ഷാഫ്റ്റ്. ഇതിന്റെ ഉള്ളിൽ ഇവിടുന്നാണ് ശരിക്കും പ്രസ്സിംഗ് നടക്കുന്നത്. ഇതിന്റെ ഉള്ളിൽ ഇത് ഇങ്ങനെ താഴേക്ക് വരും. ഇത് ഫീഡർ ബോക്സ് ആണ്. ഇവിടുന്നാണ് ശരിക്കും ആ പ്രഷർ വരുന്നത്. അവിടുന്ന് ഇത് ഡൈയിലേക്ക് വരും. ഡൈയിൽ വന്നു കഴിയുമ്പോ ഇവിടുന്നാണ് ഷേപ്പ് ആയി. അപ്പൊ ഇവിടെ നല്ല ചൂടായിരിക്കും അല്ലെ? പുകയൊക്കെ വരുന്ന നല്ല ഹീറ്റ് ആണ്. അപ്പൊ ഇവിടെ മുതൽ ശരിക്കും പ്രൊഡക്റ്റ് ആയി. ഇവിടുന്ന് പിന്നെ ഇതിങ്ങനെ നമ്മുടെ കുറ്റി കൂടെ തള്ളി വരികയാണ്. എന്നിട്ട് നമ്മളിവിടെ കളക്ട് ചെയ്യും. ഓഹോ, ശരി. കളക്ട് ചെയ്ത് അവിടെ ചാക്കിലാക്കിയിട്ട് വെക്കാണ്. അപ്പൊ ചേച്ചി ഇതിന് വലിപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? 60 mm. നമ്മളുടെ മെഷീൻ 60 mm. ഓക്കെ. വലിപ്പ വ്യത്യാസങ്ങൾ ഉണ്ടോ ഓരോ? ചിലതുണ്ട് 65 65 ഉണ്ട്, 75 ഉണ്ട്, 90 ഉണ്ട് വലുത്. അതെ അല്ലേ? അപ്പൊ ചേച്ചി ഇതിപ്പം ഇവിടുന്ന് റീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ടോ അതോ വേറെ കടകളിൽ നിങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ടോ? വന്നെടുക്കുന്ന ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, റീറ്റെയിൽ ആയിട്ട് കൊണ്ടു കൊടുക്കുന്നു. പിന്നെ ആവശ്യക്കാർ ഇവിടെ വരുന്നത് കൊണ്ട് ഇവിടെ മാത്രമായി സപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഇതെങ്ങനെയാ നിങ്ങൾ മാർക്കറ്റിൽ ചാർജ് ചെയ്യുന്ന റേറ്റ് എങ്ങനെയാണ്? റേറ്റ് റീറ്റെയിൽ 15 ആണ്. കിലോയ്ക്ക് 15 ആണ്. പിന്നെ അറൗണ്ട് ഒരു 10 രൂപ ഒരു 10 ടൺ ഒരുമിച്ച് എടുക്കുന്നു. അതായത് ഇപ്പൊ നമ്മുടെ വീട്ടിൽ വിറകൊന്നുമില്ല, സാധാ നമ്മുടെ വിറകടുപ്പിലും ഇത് ഉപയോഗിക്കാം, നമുക്ക് കത്തിക്കാം. ഒരു ദിവസം ഏകദേശം നമ്മുടെ ഇവിടെ എത്ര പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്? ഷിഫ്റ്റ് ആണെങ്കിൽ ഒരു 4-4.5 ടൺ നടക്കുന്നുണ്ട്. അപ്പം അതൊക്കെ ഇപ്പൊ ആവശ്യക്കാരുണ്ടോ? നിലവിൽ ആവശ്യക്കാരുണ്ട്.
അപ്പം ചേച്ചി ഇത്രയും കാലങ്ങളായി ഇവിടെ തന്നെ ജോലി ചെയ്യാണ്. അപ്പോൾ ഫാമിലിയിൽ നിന്നൊക്കെയുള്ള സപ്പോർട്ട് എങ്ങനെയാണ്? അവര് ഫുൾ സപ്പോർട്ടാണ്. ഫുൾ സപ്പോർട്ടാണ്. അപ്പൊ ഇവരെയൊക്കെ നോക്കാനും അല്ലെങ്കിൽ തൊഴിലാളികളൊക്കെ നമ്മുടെ ഒരു ഫാമിലി പോലെ തന്നെയാണ് ഇപ്പൊ. അതെ അതെ അതെ. എത്ര നാളുകളായി ഇവർ ഇവിടെ തന്നെ ജോലി ചെയ്യുന്നത്? ഇപ്പം അത് ഓരോ കാലഘട്ടത്തിലും മാറി മാറി ആൾക്കാർ വരുമായിരുന്നു. ആദ്യം മലയാളീസ് ആയിരുന്നു, പിന്നെ ആദ്യം പെണ്ണുങ്ങളായിരുന്നു, ലേഡീസ് ഉണ്ടായിരുന്നു, രണ്ടാമത്തെ ഷിഫ്റ്റിന് ആണുങ്ങളായിരുന്നു. അങ്ങനെ മാറി 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 ഇപ്പം ഇവര് ഈ ഒരു ഷിഫ്റ്റ് ആക്കിയപ്പോ ഇവര് സ്ഥിരം ഇവര് തന്നെയായി. അതായത് ഈ നമ്മുടെ ഈ അറക്കപ്പൊടിന്റെ ആണെങ്കിലും അതുപോലെ തന്നെ കാപ്പിത്തൊണ്ടിന്റെ ആണെങ്കിലും ലഭ്യത കുറവായതുകൊണ്ടാണ് ഒരു ഷിഫ്റ്റിലേക്ക് മാറിയത്. ചേച്ചി ഇപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ സാധാരണ വീടുകളിലേക്ക്, നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന അടുപ്പുകളിലേക്ക് ഇത് ഉപയോഗിക്കാന്ന് പറഞ്ഞു. ശരിക്കും വിറകുമായിട്ട് എന്തെങ്കിലും ഗുണങ്ങൾ അധികം ഉണ്ടോ? നല്ല ചൂട് നിൽക്കും, കുറെ സമയം നിൽക്കും. അതായത് കനലായിട്ട് തന്നെ നിൽക്കുവോ? കനലായിട്ട് നിൽക്കും, പക്ഷെ ഒരു മറ്റേ വിറകിനേക്കാളൊക്കെ കുറെ സമയം ആ ചൂടുണ്ടാവും. നല്ല ചൂടാണ്. തീർച്ചയായിട്ടും കലോറിഫിക് വാല്യൂ കൂടുതലാണ്. ആൾക്കാരുടെ അടുത്ത കലോറിഫിക് വാല്യൂ. അതായത് നമുക്ക് തീ പിടിപ്പിക്കാൻ എങ്ങനെയാണ്? എളുപ്പമാണോ? നമ്മളിത് വെച്ചിട്ട് ഒരു പേപ്പറിലെങ്ങാനും ഒന്ന് കത്തിച്ച് വെച്ച് അതിനിടയ്ക്ക് വെച്ച് ചെറിയ വിറകുകൾ എന്തെങ്കിലും കഷ്ണം വെച്ചാൽ അത് കത്തിക്കഴിഞ്ഞാൽ പിന്നെ കത്തിക്കോളും, പിന്നെ കേടില്ല അല്ലെ? അതിന്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല ചൂടുണ്ടാവും. നമുക്കിത് നമ്മൾ പ്ലാസ്റ്റിക് ബാഗിലാണ് സൂക്ഷിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ നമുക്ക് സൂക്ഷിക്കാൻ എളുപ്പമുണ്ട്. പക്ഷെ അതുപോലെ തന്നെ നല്ല ചൂട് നിൽക്കും, കുറെ സമയം നിൽക്കും. ലീല ചേച്ചി, ഒരു കാര്യം, ഇതിപ്പം കൂടുതൽ ഫാക്ടറികളിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്നു, നമുക്ക് ചെറിയ വീടുകളിലേക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും? വീടുകളിൽ ഉപയോഗിക്കാം. അതായത് നമ്മുടെ വിറകിന് പകരം ചിരട്ടയൊക്കെ ഉപയോഗിക്കുന്നില്ല, അതിനൊക്കെ പകരം ഇത് ഉപയോഗിക്കും. അപ്പൊ ഇപ്പൊ സാധാരണ എനിക്കും അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും കേട്ടുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ മൊത്തത്തിലുള്ള ഒരു സംശയമാണ്, ഇപ്പൊ ഈ പൊടി നമ്മൾ കത്തിക്കുമ്പോൾ അത് ചൂടായി എരിയുള്ളൂ, നമ്മുടെ ഉമിയൊക്കെ എരിഞ്ഞു നിൽക്കുന്ന പോലെ. പക്ഷെ ഇതെങ്ങനെയാണ് നിന്ന് കത്തുന്നത്? ഇത് നിന്ന് കത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനും ഇത് എന്താ പറയാ, സിലിണ്ടറിക്കൽ ഷേപ്പാണ് ഉള്ളത്. നമ്മളതിനുള്ള പുട്ട് ഡൈ കൂടെ കടത്തി വിടുമ്പോഴാണ് പുട്ട് ഷേപ്പ് വരിക. അപ്പൊ ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ ആണ്. അപ്പൊ അത് പൊടി ആദ്യം ഡ്രൈ ചെയ്തിട്ട് അതിൽ കാപ്പിത്തൊണ്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെയാണ് അത് നമ്മൾ പിന്നെ കൺവെയറിൽ കൂടെ കടത്തിവിട്ട് ഡൈ കൂടെ കടത്തിവിട്ട് ഹൈ പ്രഷറിൽ ഹൈ ടെമ്പറേച്ചറിൽ വരുമ്പോഴാണ് പുട്ട് ഷേപ്പ് ആകുക. അതായത് ശരിക്കും ഒരു മരക്കൊമ്പ് പോലെ ആയി കിട്ടും നമുക്ക്. മരക്കൊമ്പല്ല, അതെ അതെ, അങ്ങനെ ആയി കിട്ടും. അപ്പൊ അത് നമ്മൾ കളക്ട് ചെയ്ത് വെക്കും. ഇതിന്റെ ഒരു ഫാൾട്ട് എന്ന് പറയുന്നത് നനയാൻ പാടില്ല. അതായത് നമ്മൾ ഡ്രൈ ആയിട്ട് തന്നെ സൂക്ഷിക്കണം. അതായത് കാറ്റോ വെള്ളം അടിക്കുന്നിടത്തൊന്നും അങ്ങനെ വെക്കരുത്. കാറ്റടിക്കുന്നോണ്ട് കുഴപ്പമില്ല, പക്ഷെ വെള്ളത്തിന്റെ അംശം പാടില്ല. എന്തായാലും ശരിക്കും എന്റെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു അറിവാണ്. നമ്മുടെ കേരളത്തിലെ തന്നെ ആദ്യത്തെ ഫാക്ടറിയാണ് അല്ലെ? അത് നമ്മുടെ വയനാട്ടിലാണെന്ന് പറയുന്നത് വലിയൊരു അഭിമാനമാണ്. ഏറ്റവും വലിയൊരു അഭിമാനം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പേഴ്സണലി പറയാണ്, ഇത്രയും വലിയൊരു സംരംഭം ഒരു ചേച്ചി ഒറ്റയ്ക്ക് 25 വർഷങ്ങളായിട്ട് ഒരു ചേച്ചി ഒറ്റയ്ക്ക് കൊണ്ടു നടക്കുന്നതെന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ. കാരണം ചേട്ടന്മാരൊക്കെ പിന്നോട്ട് നിൽക്കുന്ന പല സാഹചര്യങ്ങളും ഉണ്ട്, പക്ഷെ ധൈര്യപൂർവ്വം ഇതിലേക്ക് ഇറങ്ങി അത് വിജയിപ്പിച്ചെടുക്കുകയാണ് ചേച്ചി ചെയ്യുന്നത്. അതൊക്കെ ഓരോ നിയോഗങ്ങളല്ലേ. തീർച്ചയായിട്ടും. അപ്പൊ ചേച്ചി എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചാൽ, ഇനിയും ഇങ്ങനെ ജൈത്രയാത്ര സന്തോഷമായിട്ട് വിജയകരമായിട്ട് മുൻപോട്ട് പോകട്ടെ കേട്ടോ. താങ്ക് യു. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ടവരെ, ഈ ഫാക്ടറിനെ പറ്റി ആർക്കെങ്കിലും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ, നേരിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നുകൂടെ അല്ലേ? തീർച്ചയായിട്ടും വരാം. പിന്നെ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ അല്ലെങ്കിൽ ഇത് കൊണ്ടുപോയിട്ട് നമുക്ക് സ്വന്തമായിട്ട് പരീക്ഷിച്ച് നോക്കാം അല്ലെ? അപ്പൊ ധൈര്യമായിട്ട് ഇവിടെ വന്നിട്ട് കളക്ട് ചെയ്യാം. ഇവിടെ റീറ്റെയിൽ ആയിട്ടും കൊടുക്കുന്നുണ്ട്, ഹോൾസെയിൽ ആയിട്ടും ഇവിടുന്ന് തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പം ഇതുപോലെ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണുന്നവരെ ബൈ.